السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: العلماء ورثة الأنبياء. صدق رسول الله. സമസ്തകേല ജമിയത്തുൽ ഉലമ സാരഥികൾ, മഹാന്മാരായ സദാത്യങ്ങൾ, ഉസ്താദുമാർ, മറ്റു ധാരാളം പണ്ഡിതന്മാർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സമസ്തകേല ജമിയത്തുൽ ഉലമയുടെ 100ാമത് വാർഷികം, അതിൻ്റെ പ്രഖ്യാപനം അതിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവകൾ ഇനി ഇവിടെ നിർവഹിക്കുന്നുണ്ട്. സംസ്ഥയുടെ പ്രസിഡന്റ് റയീസുൽ ഉലമ ഉസ്താദ് അവകൾ നമ്മളെ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഞാൻ വളരെ ചുരുക്കുകയാണ്. സമസ്തകേല ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ കേരളത്തിലോ മറ്റ് രാജ്യങ്ങളിലോ നമ്മുടെ അറിവിൽ ഒരു ഉപമയില്ലാത്ത പണ്ഡിത സഭയാണ്. കാലികമായി വരുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾ സംബന്ധിച്ചെല്ലാം സമസ്തയിലേക്ക് പല ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുമ്പോൾ അവക്കൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബ് അടിസ്ഥാനമാക്കി തന്നെ, സ്വന്തമായുള്ള വീക്ഷണങ്ങളും അല്ല, അത് പറഞ്ഞു കൊടുക്കുന്ന പാരമ്പര്യമുള്ള ഒരു മഹത്തായ സംഘടനയാണ് സമസ്ത ജമിയത്തുൽ ഉലമ. അത് സമസ്തയുടെ 100ാം വാർഷികം ഇപ്പം നാം കൊണ്ടാടുന്നു എങ്കിൽ അത്രയും കാലത്തെയും അതിൻ്റെ മുമ്പ് ജീവിച്ചു പോയ ഉലമാക്കൾ അവരും സ്വീകരിച്ചു പോകുന്ന ആ വഴി തന്നെയാണ്. ടെസ്റ്റ് ട്യൂബ് ശിശു സംബന്ധിച്ചും പ്ലാസ്റ്റിക് സർജറിയെ സംബന്ധിച്ചും ലിംഗമാറ്റം, അംഗമാറ്റം തുടങ്ങിയുള്ള ദൈനംദിന കാര്യങ്ങളായി മാറിയ പല വിഷയങ്ങളെ സംബന്ധിച്ചും ചോദ്യങ്ങൾ വരുമ്പോൾ മുൻഗാമികളായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അയിമ്മത്തുൽ കിറാം കൊടുത്ത അതേ മറുപടി അവരുടെ കിതാബിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്ന സമ്പ്രദായമാണ് സമസ്തകേല ജമിയത്തുൽ ഉലമയുടെയും ആ ഉലമാക്കൾ സ്വീകരിച്ചു പോന്ന മുൻകാല ഉലമാക്കളുടെയും രീതി അതായിരുന്നു. ആ രീതിയിൽ പണ്ട് മുതൽ പ്രവർത്തിച്ചു പോരുന്നു, ഇന്നും പ്രവർത്തിച്ചു പോരുന്നു. അങ്ങനെ തുടരുന്ന ഒരു പണ്ഡിത സഭയാണ് സമസ്തകേല ജമിയത്തുൽ ഉലമ. ഇങ്ങനത്തെ വിഷയങ്ങൾ സംബന്ധിച്ചൊക്കെ സ്വന്തം അഭിപ്രായം പറഞ്ഞ് അതിനെ ഇസ്ലാമിക ഫിഖ് എന്ന പേര് കൊടുത്ത് അത് ഇസ്ലാമിൻ്റെ ഫിഖായി പറയുന്നുവെങ്കിൽ അത് യഥാർത്ഥ ഇസ്ലാം അല്ല. ഇസ്ലാം ഇവിടെ സമ്പൂർണ്ണമാണ്. ഏതു പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെ ഒന്നും പരാമർശിക്കാതെ ഇവിടുത്തെ മദ്ഹബിൻ്റെ 4 മദ്ഹബിൻ്റെ ഇമാമുകളും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു.
അതാണ് നമ്മുടെ ആലിമ്യങ്ങൾ പറയുന്നത്. കാരണം നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെയും കൂടുതൽ നോക്കിയാൽ അത് കാണും. ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ എവിടെയെങ്കിലും വെച്ച് പറയും. പറയാത്ത ഒരു സംഗതിയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അത് മുൻകാല ഉലമാവിൻ്റെ അറിവിൻ്റെ വിസ്തീർണവും ആഴവുമാണ് അതിൻ്റെ കാരണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ദീനിയായ കാര്യങ്ങൾ പറയാൻ അതിന് വേറെ ആരുടെയും മുനാശ വേണ്ട. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ദീനിയായ കാര്യങ്ങൾ അതിൻ്റെ കൃത്യരൂപത്തിൽ തന്നെ പറയും. ഇന്നേ വരെ പറഞ്ഞ സമസ്തയുടെ ഒരു ഫത്വയും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല, തിരുത്തേണ്ടി വന്നിട്ടില്ല. കാരണം അത് ആ ഹക്കിൽ ഉറച്ചു നിന്ന അതേ ഫത്വയും മസ്അലകളും പിന്നെ തിരുത്തേണ്ടി വരില്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കുക, മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റസൂലുള്ളാഹി തങ്ങൾ ദീനുമായി വരുമ്പോൾ ആദ്യമായി ആ ദീൻ കേൾക്കുന്നവർ ഈ പറഞ്ഞ സ്വഹാബത്താണ്. അവർ തങ്ങളിൽ നിന്ന് കണ്ട് കേട്ട് അനുഭവിച്ച് ആസ്വദിച്ച് പഠിച്ചവരാണ്. ആരോ പറഞ്ഞു കേട്ട വിവരമല്ല. മറ്റു ചില ആളുകൾ പറയുന്ന പോലെ ഐതിഹ്യമല്ല, പുരാണങ്ങൾ പറയുകയല്ല. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു സംഗതിയുമില്ല. ഏത് കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ആ ശരിയായ ശക്തമായ റിപ്പോർട്ട് അനുസരിച്ചല്ലാതെ 4 മദ്ഹബിൻ്റെ ഇമാമുകൾ അതേപോലത്തെ ഇമാമുകൾ ആരും പറയില്ല. അവർ പറയുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് മുമ്പിൽ സമർപ്പിച്ചതിൽ ചെന്ന് മുട്ടും. അതാണ് മഹത്തുക്കളായ സ്വഹാബ നബി തങ്ങളിൽ നിന്ന് കണ്ട് കേട്ട് അനുഭവിച്ച് ആസ്വദിച്ച് നബി തങ്ങളിൽ നിന്ന് വിശുദ്ധമായി ഏറ്റെടുത്ത പരിശുദ്ധ ദീൻ നമ്മുടെ മുൻകാല നേതാക്കളായ താബിഈങ്ങളായ പണ്ഡിതന്മാർ അവർ അപ്രകാരം ഏറ്റെടുത്തു. അവർ സ്വഹാബത്തിൽ നിന്ന് കിട്ടിയതിൽ പിന്നൊന്നും കൂട്ടിയിട്ടില്ല, ഒന്നും കുറച്ചിട്ടുമില്ല. അതേപോലെ അവരിൽ നിന്ന് ശേഷക്കാരായ ഇമാമുകളും സ്വീകരിച്ചെങ്കിൽ അവരിൽ നിന്നാണ് നമ്മളെ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അടക്കമുള്ള എല്ലാ മദ്ഹബിൻ്റെ ഇമാമുകളും ആ രീതിയാണ് പോകുന്നത്. എത്ര വരെ? 4ാമത്തെ ഇമാമായി നമ്മൾ പറയുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ആ അഹ്മദ് ബിൻ ഹംബലിൻ്റെ മദ്ഹബ് സ്വീകരിക്കുന്ന ആളാണ് ഇന്ന് പുത്തനാശയക്കാരൊക്കെ ബഹുമാനിച്ച് ആദരിച്ച് പറയുന്ന ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം. അവരുടെയൊക്കെ കുറേ ശേഷമുള്ള മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. ഈ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആൾക്ക് ഹംബലി മദ്ഹബിലെ ഒരു പ്രസിദ്ധമായ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ പേര് അൽ ഇൻസാഫ് എന്നാണ്. 12 വാല്യമുള്ള അൽ ഇൻസാഫിൻ്റെ കയ്യിലുണ്ട്. ആ അൽ ഇൻസാഫ് എന്ന ഗ്രന്ഥത്തെ ചുരുക്കി എഴുതിയ മുഖ്തസറുൽ ഇൻസാഫ് ഈ പറഞ്ഞ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അയാളുടെ കൃതിയാണ്. അയാൾ അതിൻ്റെ ആമുഖത്ത് പറയുന്നുണ്ട്, അൽ ഇൻസാഫ് എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ അയാൾ പറയുന്നുണ്ട്, വലാ നഅ്തഖിദു അൽ ഇജ്തിഹാദ് അൽ മുത്ലഖ. ഷാഫി ഇമാമിനെ പോലെ, മാലിക് ഇമാമിനെ പോലെ, അഹ്മദ് ഹംബൽ ഇമാമിനെ പോലെ, അബൂ ഹനീഫ ഇമാമിനെ പോലെ
സ്വതന്ത്രമായ ഇജ്തിഹാദ് വാദിക്കുന്നവരല്ല നമ്മളൊന്നും. വലാ അഹദുൻ ലദൈനാ യദ്ഈ, നമ്മുടെ അടികൾ, നമ്മുടെ പക്ഷത്ത് അങ്ങനെ വാദിക്കുന്ന ഒരാളുമില്ല. പിന്നെ എന്താ? ഗൈറ അന്നഹു ഇദാ ഹസലനാ ഹദീസുൻ സഹീഹ്, നമുക്ക് സഹിയായ ഹദീസ് കിട്ടി, പക്ഷേ ആ ഹദീസ് മദ്ഹബിൽ പറയുന്ന മസലയ്ക്ക് എതിരാണ്. എന്നാൽ മറ്റ് ഇമാമിയങ്ങൾ, 3 ഇമാമിയങ്ങളിൽ ആരെങ്കിലും ഈ ഹദീസിനനുസൃതമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അനുഗമിച്ചുകൊണ്ട് ആ പറയുന്ന മസ്അല നമ്മളും സ്വീകരിക്കും, നമ്മുടെ സ്വന്തം മദ്ഹബ് ഒഴിവാക്കുകയും ചെയ്യും. എന്നല്ലാതെ വെറും അരി കിട്ടുമ്പോഴേക്ക് അയിമ്മത്തിന് പിഴവ് പറ്റി എന്ന് പറഞ്ഞ് മദ്ഹബ് വലിച്ചെറിയുന്ന സമ്പ്രദായം നമുക്കില്ല എന്ന് അയാളുടെ സ്വന്തം കൃതിയിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് കാണാത്തതുകൊണ്ടായവർ അവരൊക്കെ എന്തമല്ലേ, അവരതെല്ലാം വിട്ടുകൊണ്ട് സ്വന്തം ഹദീസ് കണ്ടാൽ ആ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഷാഫി മദ്ഹബ് തിരുത്തുന്ന ജാഹിലീങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത 100% സഹിയായ ഹദീസാണ് അഫ്തറൽ ഹാജിമു ഉൽ മഹജൂം. ഹിജാമ ഇന്നിപ്പോൾ അത് ചികിത്സയിലൊക്കെ നടക്കുന്നുണ്ട്, പഴയ കാലത്ത് ധാരാളം ഉണ്ടായിരുന്നു. ആ ഹിജാമ സമ്പ്രദായം നോമ്പെടുത്തുകൊണ്ടൊരാൾ മറ്റൊരാൾക്ക് നടത്തിയാൽ നോമ്പ് എടുത്ത ഇയാളുടെ നോമ്പും വെക്കപ്പെട്ട അയാളുടെ നോമ്പും, 2 ആളുടെ നോമ്പും മുറിഞ്ഞു എന്നാണ് ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസിലുള്ളത്. പക്ഷേ ഷാഫി മദ്ഹബ് ആ നോമ്പിനൊന്നും പറ്റൂല, നോമ്പ് മുറിയില്ലെന്ന്. അല്ല, വഹാബികൾ പറയുന്നു, വഹാബികളിൽ ഒരു കൂട്ടർ, കുറേ മുൻകാലത്തിലെ കൂട്ടർ എന്താ പറഞ്ഞത്, ഷാഫി ഇമാമ ഹദീസ് കിട്ടിയതനുസരിച്ചൊക്കെ പറഞ്ഞു, ചില ഹദീസ് കിട്ടാതെ പോയി, ഈ ഹദീസ് ഷാഫി ഇമാമിന് കിട്ടിയില്ല. അതുകൊണ്ട് ഷാഫി ഇമാം പറഞ്ഞിരിക്കുന്നു, ഇതാ സഹൽ ഹദീസ് പതാക്കുന്നതിന്, ഹദീസ് അയ്യായാൽ അതാണ് എൻ്റെ പദം, ഒത്തുറുക്ക് കൗലി, അതിനെതിരിൽ എൻ്റെ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് നീ തട്ടിക്കളഞ്ഞോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി വളരെ വിനയാന്വിതനായിരുന്നു. ഓരോ ബുക്കിൽ എഴുതുക, ഒരു കിബറുമില്ല, ഈ സമസ്തക്കാരമായിരുന്നില്ല. അവർക്ക് എത്ര ഹദീസ് പറഞ്ഞാലും അവരെ വാദത്തു നോലും പിമാറൂല. സമസ്തക്ക് ഹദീസ് പറഞ്ഞു പറ്റുന്ന ആൾക്കാരാണ്. ഹദീസ് കണ്ടാലും സ്വീകരിക്കൂല, അവലെ തീരുമാനം എന്താ അയിമ ഉറച്ചു വെക്കും. ഇവിടെ നോക്കുങ്ങൾ, ഇവിടെ ഷാഫി ഇമാമിനെ ഹദീസ് കിട്ടാത്തതുകൊണ്ട് ഹിജാമത്ത് ചെയ്താൽ നോമ്പ് മുറിയെന്ന് ഷാഫി പറഞ്ഞു, അത് ഷാഫി ഇമാമിനെ ഹദീസ് കിട്ടായിട്ടാണ്. അയിമ്മത്തുൽ കിറാം ഇവരീ പറയുന്നതിൻ്റെ നൂറ്റാണ്ടുകൾ മുമ്പ് പറഞ്ഞു വച്ചില്ലേ, അഫ്തറൽ ഹാജിമുൽ മഹജൂം എന്ന ഹദീസ് ഷാഫി ഇമാം കാണാത്തതല്ല. ആ ഹദീസ് മൻസൂഹാണ്, അതിന് നിയമ പ്രാബല്യമില്ല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാത്തത്. അതിനെപ്പറ്റിയുള്ള നല്ല വിശദീകരണം ഇമാം സഹാവി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാ ഇമാം സഹാവി? ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് നമ്മുടെ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ നേരെ ശിഷ്യൻ കൂടിയായ സഹാവി ഇമാം ഈ ഹദീസ് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം ബഗവിയും ചർച്ച ചെയ്തിട്ടുണ്ട്. ധാരാളം അയിമ്മത്തുകൾ ഈ ഒറ്റ ഹദീസ് സംബന്ധിച്ച് അന്ന് ഈ ഹദീസ് ഷാഫി ഇമാമും കണ്ടു കാണുന്നവരാ പറഞ്ഞത്. അബുൽ വലീദ് എന്ന ഒരു ഷാഫി മദ്ഹബുകാരൻ തന്നെയാണ്. അബുൽ വലീദിനെ
എതിർത്തുകൊണ്ട് കിതാബിനെ എഴുതി ഇമാം സഹാബി. അപ്പം ഇതൊന്നും ഒരു കാണാത്ത സംഗതിയല്ല. നമ്മുടെ ഇമാമുകൾ മുൻഗാമികളൊക്കെ ചർച്ച ചെയ്ത ചർവണം നടത്തിയ സംഗതികളാണ്. ഇതെല്ലാം പറയുന്ന ഒന്നും അറിയാത്ത പുത്തനാശയക്കാർ, അവരെ പിന്താങ്ങുന്നവരും അവർക്ക് അവസാനപ്പെടുന്നവരും, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്ത ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, അല്ലാഹു തആല ഇനിയും ഉയർത്തട്ടെ, എത്രയോ ആളുകൾക്ക് മനസ്സിലാകുന്ന സംഗതിയാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ആരും പറയേണ്ട ആവശ്യമില്ല. എല്ലാ റിഫഅത്തും അല്ല കൊടുക്കുന്നതാണ്. അബ്ദുറാഖ്ക്ക് അല്ല കൊടുത്താൽ അത് അയാളുടേതാണ്. അത് പിന്നെ ആരും ഹസദ വെക്കുകയല്ല. അതിനെ ബറക്കത്ത് ബാക്കിയുള്ളവരും കിട്ടാൻ ആവശ്യമായത് അള്ളാഹുവിൻ്റെ ഖളാ അല്ലേ, അതിൽ നമ്മൾ സംതൃപ്തരാകണം. ആ നിലക്ക് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയും അതിൻ്റെ ഉയർച്ചയെയും അതിൻ്റെ വലുപ്പത്തെയും നാം അങ്ങനെ കാണണം. ആർക്കാണ് സമസ്തനെ പറ്റി പറയാൻ അധികാരം? ആർക്കവർക്ക് അധികാരം കൊടുത്തത്? ഞമ്മക്ക് ആരും അധികാരം തരണ്ട. ആ അധികാരം എല്ലാ നിലക്കും സമ്പൂർണമായി നമ്മളെ ഉലമാവിനുണ്ട്. അല്ലാഹു തആല അത് നിലനിർത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.